ആത്മാവിലൊന്നു തൊടേണമേ. ആരാധനയ യേശുവേ. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 20-ാം തിരുലിഖിതം. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കേണ്ടതിന് അവൻ പ്രകാശത്തിലേക്ക് വരുന്നുമില്ല എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് കുടുംബ ബന്ധങ്ങളിലെ സൗഖ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ മണിക്കൂറിൽ അവിടുന്ന് ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ വെളിപാടുകളെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുലിഖിതം. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. ഈ വചനം പോലെ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ അവിടുന്ന് തുറക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ മന്ദതയും മരവിപ്പും അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളും സമൂഹങ്ങളും സ്ഥാപനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഉണരട്ടെ. എല്ലാ തിന്മകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ, ജ്ഞാനം നൽകണമേ, വെളിപാട് നൽകണമേ, കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുടുംബ ബന്ധങ്ങളിലെ സൗഖ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങളിൽ അതിൽ തന്നെ ഒരു സൗഖ്യം കർത്താവ് ക്രമീകരിച്ചിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ഭാരങ്ങൾ സ്പോഞ്ച് വെള്ളത്തെ ഒപ്പിയെടുക്കുന്നത് പോലെ ഒപ്പിയെടുത്ത് മാറ്റും എന്നുള്ളത് ഒരു സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, മറ്റ് വലിയ പഠിപ്പും വലിയ പരിചയമുള്ള അനേകം ഡോക്ടർമാരെക്കാൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും സൗഖ്യം തരാനും ഊർജം പകരാനും ശക്തി പകരാനും കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥത്തിൽ 368-ാം ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ബന്ധങ്ങളിൽ ജീവിക്കുന്നതിൻ്റെ അനന്യമായ വിദ്യാലയമാണ് കുടുംബം. ബന്ധങ്ങളിൽ ജീവിക്കുന്നതിൻ്റെ അനന്യമായ വിദ്യാലയമാണ് കുടുംബം. ഒരുപാട് ബന്ധങ്ങളുടെ ഒരു കേന്ദ്രമാണ്. എന്തുകൊണ്ട് ഉന്നതമായ സ്ഥാനം നിൽക്കുന്ന ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. ഹല്ലേലൂയ. യുവജന മതബോധന ഗ്രന്ഥത്തിൽ 368-ാം ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വിവാഹത്താൽ പരസ്പരം ബന്ധിതരായ പുരുഷനും സ്ത്രീയും അവരുടെ മക്കളോട് കൂടെ കുടുംബം രൂപപ്പെടുത്തുന്നു. കുടുംബത്തിൽ വിവാഹത്താൽ പരസ്പരം ബന്ധിതരായ പുരുഷനും സ്ത്രീയും അവരുടെ മക്കളോടുകൂടെ കുടുംബം രൂപപ്പെടുത്തുന്നു. വിവാഹത്താൽ ബന്ധിതരായ പുരുഷൻ്റെയും സ്ത്രീയുടെയും പേരാണ് ഭാര്യ, ഭർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അത് കുടുംബത്തിലെ പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ബന്ധങ്ങളാണ്.
ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഈ ഭാര്യയും ഭർത്താവും എന്നുള്ള ബന്ധത്തിൽ ഒരുപാട് സൗഖ്യത്തിൻ്റെ ഘടകം പരിശുദ്ധാത്മാവ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിതിനെക്കുറിച്ച് ഉൾക്കാഴ്ച കിട്ടിയ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അച്ഛൻ ഈ കേരളത്തിലുള്ള നൂറാംതോട് എന്നൊരു ഇടവകയിൽ ധ്യാനത്തിന് പോയി. ആ ധ്യാന ദിവസങ്ങളിൽ അവിടെ ഒരു കുടുംബത്തെ കൗൺസിലിങ്ങിന് വേണ്ടി വികാരി അച്ഛൻ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ആ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ആ കുടുംബം എൻ്റെ അടുത്ത് വന്ന് ഭാര്യയും ഭർത്താവുമായി ഒരുമിച്ചിരുന്ന് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയുകയാണ്. അപ്പോൾ കുറേ നേരം ഭാര്യ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഭർത്താവിൻ്റെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി. അവർ തമ്മിൽ പിരിയാൻ വേണ്ടി തയ്യാറെടുക്കുക, തമ്മിൽ എന്നും വഴക്കാണ്. അവസാനം ഈ ധ്യാനം കഴിഞ്ഞ് പിരിഞ്ഞോ എന്ന് പറഞ്ഞ് വികാരിയച്ഛൻ അവരെ ധ്യാനം വരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ആ ധ്യാന ദിവസങ്ങളിൽ അച്ഛനോട് പ്രത്യേകം പറഞ്ഞു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ വന്നപ്പോൾ തന്നെ പരസ്പരം അടിയും വഴക്കും കുറ്റാരോപണങ്ങളുമാണ് എപ്പോഴും. അങ്ങനെ ഭാര്യ കുറേ കുറ്റാരോപണങ്ങളൊക്കെ പറഞ്ഞ് അതിനുശേഷം ഭർത്താവ് സംസാരിക്കാൻ തുടങ്ങി. ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഭർത്താവ് ഇങ്ങനെ ഭർത്താവ് പറഞ്ഞു, ഞാനൊരു കല്ലുകെട്ടുകാരനാണ്, ഞാനൊരു മെയ്സനാണ്. ഓരോ വീട്ടിലും ഓരോ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കല്ലുകെട്ട്, വീടുകെട്ട്, അങ്ങനെ ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പം ആ കുടുംബങ്ങളിൽ അച്ഛാ അവിടുത്തെ ആ കുടുംബിനികൾ ആ കുടുംബനാഥനെ ഓരോരോ വാക്കുകൾ വിളിക്കുന്നത് കേൾക്കുമ്പം എൻ്റെ ഹൃദയം പൊട്ടിപ്പോവുകയാണ് അച്ഛാ. ഞാൻ ചോദിച്ചു അവിടെ ആ കുടുംബിനികൾ എന്തൊക്കെ വാക്കുകളാണ് വിളിക്കുന്നത്? അപ്പോൾ ആ കുടുംബനാഥൻ പറഞ്ഞു അവിടെയുള്ള കുടുംബിനികൾ അവരുടെ ആ കുടുംബനാഥനെ ചേട്ടാ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പം എൻ്റെ ഹൃദയം പൊട്ടിപ്പോണ വേദനയാച്ചാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചു അതിനെന്തിനാ ചേട്ടൻ വിഷമിക്കണത്? അവർ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ അവരുടെ വഴിക്ക് അവർ ജീവിച്ചോളല്ലേ, ചേട്ടൻ പണി കഴിഞ്ഞ് നിങ്ങൾ പോന്നാൽ പോരെ. അപ്പം ചേട്ടൻ പറഞ്ഞു അച്ഛാ ചോദിച്ചു നോക്കച്ചാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 8 വർഷമായി, ഇന്ന് വരെ ഇവളെന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കച്ചാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കിയേ, ഒരു കുടുംബത്തിൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തെ തകർത്ത വളരെ ഉന്നതമായൊരു വേദന മനുഷ്യൻ പങ്കുവെക്കുകയാണ്. ഈ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ അങ്ങനെയുള്ള വാക്കുകളോ മൃദുല വാക്കുകളോ ഒരു ടെൻഡർ ലവ് കൊടുക്കുന്നതിൽ ആ ഭാര്യ ശ്രദ്ധിച്ചിട്ടില്ല. ഹൃദയത്തിൽ ഒരുപാട് സ്നേഹം കൊണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രകാശിപ്പിക്കപ്പെടാത്ത സ്നേഹം പാപമാണ് എന്ന് വലിയ വിശുദ്ധന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ നിറയെ സ്നേഹമുണ്ട്, പക്ഷെ കറുമുറ പെരുമാറ്റാണെങ്കിൽ അവിടെ എങ്ങനെ ഒരു സൗഖ്യം ഉണ്ടാവും? ആ മൃദുല വാക്കുകൾക്ക് ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹപൂർവ്വം ഒന്ന് വിളിക്കുന്നതിൽ അത്ഭുതകരമായ ഒരു സൗഖ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. പകലന്തിയോളം ജോലി ചെയ്ത് പകലന്തിയോളം ഭാരം വഹിച്ച് ഒരുപാട് തിക്താനുഭവങ്ങളും മുറിവേറ്റ അനുഭവങ്ങളും ക്ഷതങ്ങളെല്ലാം വഹിച്ച് സമൂഹത്തിൽ പല വിധത്തിലുള്ള ആളുകളും ഇടപെട്ട് ക്ഷീണിതനായി ഭർത്താവ് ഭവനത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിലുള്ള ഭാര്യ മൃദുലമായ വാക്കുകളോടെ ആ തുറന്ന സ്നേഹത്തോടെ ഇടപെടുമ്പോൾ ആ ഒരു പകൽക്കാലം മുഴുവനുമുള്ള എല്ലാ ഭാരങ്ങളും അലിഞ്ഞു പോവുകയാണ്. ചേട്ടാ, ആ ഒരു വിളിക്ക് സൗഖ്യത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. കുട്ടികളുടെ പപ്പേ, ആ ഒരു വിളിക്ക് അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിത പങ്കാളിമാരെന്ന് പറയുന്നത് പരസ്പരം സൗഖ്യപ്പെടുത്തേണ്ട സൗഖ്യദായകങ്ങളായ സാന്നിധ്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറുദീസയിൽ ദൈവം ഈ പറുദീസ മുഴുവൻ സൃഷ്ടിച്ചിട്ട് എല്ലാ മൃഗങ്ങളെയും സൃഷ്ടിച്ചിട്ട് എല്ലാ മരങ്ങളും സൃഷ്ടിച്ച് കണ്ണിന് കമനീയങ്ങളായ നല്ല നല്ല മരങ്ങളും നല്ല നല്ല പഴങ്ങളും നല്ല നല്ല പ്രകൃതി ഭംഗികളും നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളും നല്ല നല്ല കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ട് ആദത്തെ ദൈവം അതിൻ്റെ നടുവിൽ സന്തോഷവാനായി ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ച്. എന്നാൽ കുറേ കഴിഞ്ഞ് ദൈവം ആദത്തെ നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷമില്ല, അവൻ്റെ മുഖത്ത് എന്തോ വിഷാദം, അവൻ്റെ മുഖത്ത് എന്തോ ഒരു വേദന ഇരിക്കുകയാണ്. ദൈവം അവനെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി ദൈവം നോക്കിയിട്ടുണ്ടാകണം. എന്നാൽ അവൻ്റെ മുഖത്തെ ആ മ്ലാനത, ആ വിഷാദം, ആ ഏകാന്തത, ആ വേദന അത് മാറുന്നില്ല. അവസാനം അവൻ്റെ വാരിയലിൽ നിന്ന് ഒരു വാരിയലെടുത്ത് ദൈവം ഹവ്വയെ സൃഷ്ടിച്ച് എന്നിട്ട് ആദത്തിന് മുമ്പിൽ ഹവ്വയെ കൊണ്ടുചെന്ന് നിർത്തി. ആദം കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇതാ മനോഹരിയായ ഹവ്വ മുമ്പിൽ നിൽക്കുന്നു. ആദത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ വേദനകളെല്ലാം ക്ഷണനേരം കൊണ്ട് അലിഞ്ഞു പോയി.
ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, ഇതാ എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസം. ഈ ഹവ്വയെ ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കാൻ ആദത്തിൻ്റെ മനസ്സ് തുറക്കപ്പെടുകയാണ്. ആദം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇതാ മനോഹരിയായ ഹവ്വ മുന്നിൽ നിൽക്കുന്നു. ഹവ്വ കാര്യമായിട്ട് ഇങ്ങോട്ടൊന്നും മിണ്ടുന്നത് കാണുന്നില്ലെങ്കിലും ആ ദർശന മാത്രയിൽ തന്നെ ആദത്തിൻ്റെ എല്ലാ വിഷാദങ്ങളും സൗഖ്യം പ്രാപിച്ച്, ആദത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും സൗഖ്യപ്പെട്ട്, ആദത്തിൻ്റെ എല്ലാ ഏകാന്തതയും സൗഖ്യപ്പെട്ട്, ആദത്തിൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും, ആദത്തിന് പോലും അറിയാൻ പറ്റാതെ കടന്നിരുന്ന ഒരുപാട് രഹസ്യ നൊമ്പരങ്ങളും രഹസ്യ വേദനകളും മനസ്സിൻ്റെ വിങ്ങലുകളും ഉണ്ടായിരുന്നു. അതെല്ലാം ഹവ്വയുടെ ആ സാന്നിധ്യത്തിൽ തന്നെ ആദത്തിൻ്റെ അസ്തിത്വത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് അതെല്ലാം അലിഞ്ഞലിഞ്ഞില്ലാതായി. അങ്ങനെ സൗഖ്യത്തിൻ്റെ പൂർണ്ണതയിൽ ആദം ഹവ്വയെ വിളിക്കുകയാണ്, എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവസാനം ആദം ഹവ്വയെ കണ്ടപ്പോൾ എന്നിലുള്ള എന്നെ ഞാൻ കണ്ടെത്തി എന്ന വിധത്തിൽ എന്നിലുള്ള ഞാൻ എന്നാണ് ആദം ഹവ്വയെ തിരിച്ചറിഞ്ഞത്. അല്ലെങ്കിൽ എൻ്റെ ഞാൻ, എന്നിലുള്ള ഞാൻ, എന്നിലുള്ള എന്നെ ഞാൻ കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്കി പറഞ്ഞാൽ ആദത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ഒരു നിറവ് ഹവ്വയിലാണ് ആദം കണ്ടെത്തുന്നത്. എൻ്റെ ഞാനേ, ഇതാണ് ജീവിത പങ്കാളിയുടെ പേര്. പ്രൈസ് ദി ലോർഡ്. ശരിക്കും എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ഒരു പൂർണ്ണനല്ല. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ ഞാൻ പൂർണ്ണനായി മാറുന്നത് എൻ്റെ ജീവിത പങ്കാളിയും കൂടി വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ആദം എൻ്റെ ഞാൻ, എന്നിലുള്ള ഞാൻ, എൻ്റെ ഞാനേ എന്നാണ് ശരിക്കും ജീവിത പങ്കാളിയുടെ പേര്. കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക ഉപദേശത്തിൽ ജീവിത പങ്കാളി വിളിക്കുന്ന ശരിക്കുള്ള വാക്ക് എൻ്റെ ഞാൻ, എന്നിലുള്ള ഞാൻ, എൻ്റെ ഞാനേ എന്ന് വിളിക്കാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ഒരു അന്തർലയനം ജീവിത പങ്കാളികൾ തമ്മിലുണ്ട്. അതുകൊണ്ട് ജീവിത പങ്കാളിയുടെ ആ പ്രസൻസ് തന്നെ നമുക്ക് സുരക്ഷിതത്വം, സന്തോഷം, സമാധാനം, പിന്നെ ആ ഏകാന്തതയെല്ലാം അലിഞ്ഞു പോകുന്ന അവസ്ഥ, ഹൃദയഭാരങ്ങളെല്ലാം അലിഞ്ഞു പോകുന്ന അവസ്ഥ, എല്ലാ ദുഃഖങ്ങളുടെ മേലും ആത്മാവിലും മനസ്സിലും ശരീരത്തിലും വികാരതലങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളുടെ മേലും ഒരു സൗഖ്യ മഴയായി പെയ്തിറങ്ങാനുള്ള കഴിവ് ജീവിത പങ്കാളിയിൽ ദൈവത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് ജന്മനാ തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ വാക്കി പറഞ്ഞാൽ പറുദീസ ദൈവം സൃഷ്ടിച്ച്, എന്നിട്ട് അത് നനച്ച് അതങ്ങനെ എന്നും മനോഹാരം നിൽക്കാൻ വേണ്ടി 5 നദികളെ സൃഷ്ടിച്ച്, ആ നദികൾ പറുദീസയെ നനച്ച് അതിനെന്നും ഊഷ്മളതയുള്ള, എന്നും നനഞ്ഞു നിൽക്കുന്ന മനോഹാരതയുള്ള പറുദീസയായി നിലനിർത്തി. ഇതുപോലെ ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ എല്ലാ നന്മകളും എല്ലാ മനോഹാരിതയും എല്ലാ കഴിവുകളും പൂർണ്ണമായി വളർന്ന് പുഷ്പിച്ച് ഫലം ചൂടി മനോഹാരം നിൽക്കാൻ ദൈവം ആ പറുദീസ നനയ്ക്കാൻ സൃഷ്ടിച്ച നദി പോലെ ദൈവം നമ്മുടെ ജീവിതത്തെ നനച്ച് അത് നല്ല മനോഹരം നിൽക്കാൻ ദൈവം സൃഷ്ടിച്ച സൗഖ്യത്തിൻ്റെ നദിയാണ് ജീവിത പങ്കാളി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവരുടെ ഓരോ വാക്കിനും വിലയുണ്ട്, പ്രസൻസിന് വിലയുണ്ട്, നോട്ടത്തിന് വിലയുണ്ട്, സ്പർശനത്തിന് വിലയുണ്ട്, ഇരിക്കലിന് വിലയുണ്ട്. എല്ലാ ഇടപാടുകളിലും ആത്മീകവും ശാരീരികവും വൈകാരികമായ തലങ്ങളിലുള്ള സൗഖ്യത്തിൻ്റെ സ്പർശനം, സൗഖ്യത്തിൻ്റെ അഭിഷേകം നിറഞ്ഞൊഴുകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാ ഇടപെടലുകളിലും ഈ ഒരു സൗഖ്യം ദൈവം നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ, ഓരോ തലോടലിലും സൗഖ്യമുണ്ട്, ഓരോ വാക്കിലും സൗഖ്യമുണ്ട്. പരസ്പരം ഇടപെടുമ്പോൾ മൃദുലമായ നല്ല ടെൻഡർ ലവ് കൊടുക്കുന്ന വാക്കുകൾ കുടുംബജീവിതത്തിൽ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 25-ാം അധ്യായം 11-ാം തിരുലിഖിതം, ഉചിതമായ വാക്ക് വെള്ളിത്തളികയിൽ വെച്ചിരിക്കുന്ന സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. ഹല്ലേലൂയ. നല്ല വാക്കുകൾ ഉപയോഗിക്കണം, നല്ല ടെൻഡർ വാക്കുകൾ ഉപയോഗിക്കണം. ദൈവം അതിനൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒരു മഹാപാപിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരുപാട് നന്ദികേട്, ഒരുപാട് ധാർഷ്ട്യം, ഒരുപാട് ഏകാധിപത്യ സ്വഭാവം, ഒരുപാട് തന്നിഷ്ടം, ഒരുപാട് തരത്തിലുള്ള ദുരന്ത പ്രകൃതിയുള്ള
ഒരു കഠിന പാപിയാണെങ്കിൽ പോലും ദൈവം ആ പാപിയുടെ അടുത്ത് വരുമ്പോൾ ദൈവം ആ പാപിയോട് എങ്ങനെയാണ് ഇടപെടുന്നത്? മഹാദ്രോഹി, ദുഷ്ട, മർക്കടമുഷ്ടി, ഇങ്ങനെയാണോ ദൈവം ഇടപെടുന്നത്? ഉത്തമഗീതത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ദൈവം ആ കഠിന പാപിയുടെ അടുത്ത് വന്നിട്ട് ദൈവം വിളിക്കുകയാണ്, എൻ്റെ മാടപ്രാവേ, എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, നീ ഒന്ന് ഇറങ്ങി വാ, നിൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിൻ്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ. നിൻ്റെ മുഖം മനോഹരമാണ്, നിൻ്റെ സ്വരം മധുരമാണ്. നോക്കുക, ഒരു പാപിയോട് ദൈവം ഇടപെടുന്നത് ഇങ്ങനെയാണ്. ഒരു മനുഷ്യാത്മാവും ദൈവവും തമ്മിലുള്ള ബന്ധം ഒരു കാമുകിയും കാമുകനും തമ്മിലുള്ള ബന്ധം പോലെ ചിത്രീകരിക്കുന്ന പുസ്തകമാണ് ഉത്തമഗീതത്തിൻ്റെ പുസ്തകം. അവിടെ വൈകാരിക ഊഷ്മളത നിറഞ്ഞു നിൽക്കുന്ന ഒരു കാമുകൻ ജീവനേക്കാൾ ജീവനായി സ്നേഹിക്കുന്ന കാമുകിയോട് എന്ന പോലെ ഇതാ ദൈവം ഒരു പാപിയോട് ഇടപെടുകയാണ്. എൻ്റെ മാടപ്രാവേ, എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, നീ ഒന്ന് ഇറങ്ങി വാ, നിൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിൻ്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ. നിൻ്റെ സ്വരം മധുരമാണ്, നിൻ്റെ മുഖം മനോഹരമാണ്. പ്രിയപ്പെട്ട ദൈവം പോലും ഒരു പാപിയെ നല്ല വാക്കുകൾ കൊണ്ടാണ് വിളിക്കുന്നത്. വേണമെങ്കിൽ അവൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി അറിയാവുന്ന ദൈവത്തിന് അവനെ ഏതൊക്കെ തരത്തിലുള്ള വാക്ക് ഉപയോഗിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. ദൈവത്തിന് അറിയാവുന്ന പോലെ നമുക്ക് ഏതെങ്കിലും മനുഷ്യൻ്റെ ഫുൾ ഹിസ്റ്ററി അറിയാമോ? ആ മനുഷ്യൻ്റെ A to Z വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ദൈവത്തിന് അറിയാം. പക്ഷെ ദൈവം അതിനനുസരിച്ചുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്. നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നീ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നിനക്ക് നിൻ്റെ ഭർത്താവിനോട് കുറച്ച് മതിപ്പുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ നിനക്ക് നിൻ്റെ ഭാര്യയോട് കുറച്ച് മതിപ്പുണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും തനി സ്വഭാവം മനസ്സിലാകാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയും തോറും ഓരോരോ അവസ്ഥകൾ മനസ്സിലായി. അങ്ങനെ എല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇന്ന് നിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്? അങ്ങനെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന് നിൻ്റെ മനോഭാവം എന്താ? ഇന്ന് എങ്ങനെയാണ് ഇടപെടുന്നത്? നിൻ്റെ ബഹുമാനം കൂടിയോ കുറഞ്ഞോ? ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ ബലഹീനതകളും സർവ്വ ഹിസ്റ്ററി അറിയുമ്പം അവനോടുള്ള ബഹുമാനം കൂടുന്നു. എൻ്റെ മാടപ്രാവേ, എൻ്റെ ഓമനെ, അങ്ങേറ്റം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു കാമുകിയെ കാമുകം വിളിക്കുന്ന പോലെ ദൈവം നല്ല ടെൻഡർ വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കുകയാണ്. ഹല്ലേലൂയ. നിൻ്റെ മനസ്സെന്ത്? നിൻ്റെ പെരുമാറ്റ രീതി എന്ത്? എന്നിട്ട് പ്രിയ ദൈവ പൈതലേ, ഹോസിയ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതത്തിൽ ദൈവം നമ്മൾ തിരിച്ച് ദൈവത്തെ വിളിക്കേണ്ട രീതികളും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ദൈവം ഹോസിയ 2:16 പഠിപ്പിക്കുകയാണ്, അന്ന് നീ എന്നെ പ്രിയതമാ എന്ന് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കി, ഒരു ആത്മാവ് തിരിച്ച് ദൈവത്തോട് ഇടപെടാൻ വേണ്ടി ദൈവം നൽകുന്ന നിർദ്ദേശം നോക്കിയേ, അന്ന് നീ എന്നെ പ്രിയതമാ എന്ന് വിളിക്കും. ഒരാത്മാവ് ദൈവത്തെ ഒരു കാമുകനെ വിളിക്കുന്ന അതേമാതിരി വൈകാരിക ഊഷ്മളതയോടെ ടെൻഡർ വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഒരു പാപിയും ദൈവവും തമ്മിലുള്ള ബന്ധം പോലും ഇതേപോലെ നല്ല ടെൻഡർ വാക്കുകൾ വെച്ച് നന്നായി ചെയ്യണമെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിലും ഒരു കുടുംബത്തിൽ നമ്മൾ തമ്മിൽ ജീവിത പങ്കാളികൾ തമ്മിൽ എത്രയോ ആദരവോടും എത്രയോ ബഹുമാനത്തോടും കൂടി എത്രയോ മൃദുലമായി പരസ്പരം സൗഖ്യമായി മാറണം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2206 ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്, കുടുംബത്തിനുള്ളിലെ ബന്ധങ്ങൾ വികാരങ്ങളുടെയും സ്നേഹപ്രകടനങ്ങളുടെയും താല്പര്യങ്ങളുടെയും ഒരു ചാർച്ചയുണ്ടാക്കുന്നു. ഒരു വലിയ സൗഖ്യം അവിടെ ഉണ്ടാക്കുകയാണ്. വികാരങ്ങളുടെയും സ്നേഹപ്രകടനങ്ങളുടെയും സ്വകാര്യ ഇടപെടലുകളുടെ എല്ലാം വഴി ഒരു സൗഖ്യമാണ് അതെല്ലാം വഴി കുടുംബത്തിൽ വിരിഞ്ഞു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം തഴുകി ഒഴുകണം, പരസ്പരം ഒരു സൗഖ്യമായി പെയ്തിറങ്ങണം. പ്രോത്സാഹന വാക്കുകൾ, സ്നേഹവാക്കുകൾ, മൃദുല വാക്കുകൾ, അതുപോലെ പരസ്പര ബഹുമാനം, അന്യോന്യ ആദരവ്, എല്ലാ കാര്യങ്ങളിലും ഒരു മതിപ്പ്, തമ്മിലുള്ള ബന്ധത്തിൽ ഒരു അനുഗ്രഹ രീതിയായി മാറട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരസ്പര പുച്ഛം,
മാത്സര്യം, വിധേയത്വമില്ലായ്മ, എതിർപ്പ്, മല്ലടിക്കുന്ന പ്രകൃതം, തമ്മിൽ യോജിപ്പില്ലായ്മ, ഒരു പ്രത്യേക തരത്തിലുള്ള വികട സ്വഭാവം, തമ്മിൽ അനൈക്യം, എല്ലാ തരത്തിലും സംശയങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ കർത്താവേ. ആയിരിക്കുന്ന അവസ്ഥയിൽ എല്ലാം അറിഞ്ഞ് വലിയ ബഹുമാനത്തോടെ പരസ്പരം ഇടപെടാൻ, മൃദുല വാക്കുകളോടെ പരസ്പരം സംസാരിക്കാൻ, എല്ലാം സൗഖ്യപ്പെടുന്ന വൈദ്യനായി പരസ്പരം ശുശ്രൂഷിക്കാൻ, ദൈവമേ, കുടുംബത്തിൽ അവിടുന്ന് ആക്കിയിരിക്കുന്ന ജീവിത പങ്കാളികളുടെ മേൽ ഇപ്പോൾ സൗഖ്യത്തിൻ്റെയും കൃപയുടെ അഭിഷേകം ചൊരിയണമേ കർത്താവേ. സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെ അഭിഷേകം ചൊരിയണമേ കർത്താവേ. തമ്മിലുള്ള കൂട്ടായ്മയുടെ അഭിഷേകം ചൊരിയണമേ കർത്താവേ. തമ്മിൽ ഔഷധങ്ങളാക്കി മാറ്റണമേ കർത്താവേ. തമ്മിൽ ഔഷധങ്ങളാക്കി മാറ്റണമേ കർത്താവേ. തമ്മിൽ പാനീയങ്ങളാക്കി മാറ്റണമേ കർത്താവേ. ഔഷധ പാനീയങ്ങളാക്കി മാറ്റണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ കുടുംബത്തിൽ രോഗികളായി കിടക്കുന്ന കുടുംബാംഗങ്ങൾ, ജോലി തടസ്സങ്ങളിൽ ഇരിക്കുന്നവർ, പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയവർ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ, വഴക്കിലും കലഹത്തിലിരിക്കുന്നവർ, പഠിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ, അനുസരണക്കേട് നിമിത്തം ദൈവകൃപ നഷ്ടപ്പെട്ടവർ, എല്ലാ അവസ്ഥയിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവരാം. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്താം. യേശുവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. യേശുവിൻ്റെ നാമത്തിൽ തിന്മകൾ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അന്ധകാരപീഠകളുടെ കോട്ടകൾ തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദുർബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പഠനത്തിൻ്റെ തടസ്സങ്ങൾ കുട്ടികളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പരാജയങ്ങളും പരാജയത്തിൻ്റെ ശക്തികളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവിൻ്റെ നാമത്തിൽ ജോലി തടസ്സങ്ങൾ മാറി വഴികൾ തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ഞാൻ ആദ്യമായിട്ട് അട്ടപ്പാടിയിൽ കഴിഞ്ഞ മാർച്ച് മാസം ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ പോയി. എൻ്റെ മനസ്സിലൊരു നിയോഗമുള്ളായിരുന്നു. എനിക്ക് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്, നല്ലൊരു സ്റ്റുഡിയോ തുടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം ഞാൻ മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് അവിടെ ആരാധനയുടെ സമയത്ത് ബിനോയ് അച്ഛൻ വിളിച്ചു പറയുന്നു, ഒരു സ്റ്റുഡിയോ തുടങ്ങുവാനായി ആഗ്രഹിക്കുന്ന ഒരു സഹോദരനെയും ആ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന്. ഞാൻ അതിനുശേഷം അവിടെ ആദ്യ വെള്ളിയാഴ്ച വന്നപ്പോൾ അവിടെ എവിടെയാണ് സീറ്റ് കിട്ടിയത്? മുൻവശത്തെങ്ങാനും ആർന്നെങ്കിൽ പുറകിലായിരുന്നോ? എവിടെയായിരുന്നു ആദ്യ വെള്ളിയാഴ്ച ഇരിക്കാൻ സ്ഥലം കിട്ടിയത്? എനിക്ക് ഇതുപോലെ വലിയൊരു ഹോൾ അവിടെ, ഓഡിറ്റോറിയം അവിടെ ഉണ്ട്. പക്ഷേ ആ പരിസരത്തെങ്ങും അടുക്കുവാനോ കാലുകുത്തുവാനോ ഇട കിട്ടിയില്ല. അവിടെ ഒരു കമുകുന്തോപ്പിലിരുന്നാണ് ഞാൻ ദൈവത്തെ ദൂരെ ഒരു കമുകുന്തോട്ടത്തിൽ ഒരു കമുകിൻ്റെ ചുവട്ടിൽ ഇച്ചിരി സ്ഥലം കിട്ടി. അവിടെ ഇരുന്നു അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ അത് മുൻവശത്തിരിക്കുന്നവർ മാത്രമല്ല, അങ്ങ് ദൂരെ ഒരുപക്ഷെ മതിലും ചാരി നിൽക്കുന്ന ഒരാളെ ആയിരിക്കും. എവിടെ ഇരുന്നാലും ശരി, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അവിടെ യേശുവിൻ്റെ അത്ഭുത ശക്തി അവരുടെ മേൽ വ്യാപരിക്കും. അദ്ദേഹം ഫ്രണ്ടിലോ ഹോളിലോ ഒന്നും കയറാൻ പറ്റിയില്ല. ബഹുദൂരം അകലെ ഒരു കമുകന്തോട്ടത്തിൽ ഒരു കമുകിൻ്റെ ചുവട്ടിലാണ് സീറ്റ് കിട്ടും. അവിടെ നിന്ന് ശരിക്കും ആത്മാർത്ഥമായി യേശുവിനെ വിളിച്ചു. ബിനോയ്ച്ചൻ്റെ ആരാധനയുടെ സമയത്ത് ബിനോയ്ച്ചൻ വിളിച്ച് പറഞ്ഞത്, ഒരു സ്റ്റുഡിയോ തുടങ്ങുവാനായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ആ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു. അത് കേട്ടു. ആ പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു ദിവസം യാദൃശ്യമായിട്ട്, ഞാൻ 40 വയസ്സായി, ചങ്ങനാശ്ശേരിയിൽ തന്നെയുള്ള ആളാണെങ്കിൽ പോലും ചങ്ങനാശ്ശേരിയുടെ ഹൃദയഭാഗത്ത് ഒരു മുറി ഞാൻ യാദൃശ്യമായിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് ചങ്ങനാശ്ശേരി പെരുന്നാൾ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഒരു മുറി കിടക്കുന്നു. അതിലൊരു ടെലിഫോൺ നമ്പർ കണ്ടു. ആ നമ്പറിൽ ഞാൻ ആ ബിൽഡിംഗ് ഓണറെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 6 ലക്ഷം രൂപ ഈ മുറിക്കാവും, അല്ലാതെ 1 രൂപ കുറയത്തില്ല എന്ന് പറഞ്ഞു. അത്രയും രൂപ മുടക്കി അങ്ങനെ ഒരു സ്ഥാപനം എനിക്ക് തുടങ്ങുവാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടി പോയിക്കൊണ്ടിരുന്നു. എനിക്ക് ആ മുറി എൻ്റെ സ്ഥാപനം തുടങ്ങാൻ നല്ലൊരു സ്ഥലമാണല്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
4 മാസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ അട്ടപ്പാടി പോയിട്ട് രാത്രി വന്നു 3 മണിക്ക് കിടന്നു. വെളുപ്പിന് ഒരു 7:30 എൻ്റെ മൊബൈൽ ഫോണിൽ ആദ്യം ഒരു കോൾ വരുന്നു. ആ കോൾ ഞാൻ എടുത്ത ഉടനെ പറയുന്നു, ഇന്നാൾ നിങ്ങൾ കണ്ട മുറിയുടെ ഉടമയാണ്, നിങ്ങൾക്ക് ആ മുറി വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 6 ലക്ഷം രൂപ തന്നു എനിക്ക് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു എത്ര രൂപയ്ക്ക് ആ മുറി എടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 1.5 ലക്ഷം രൂപ ഞാൻ തരാം, അതിനപ്പുറത്തോട്ട് എനിക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അന്ന് രാവിലെ 10 മണിക്ക് തന്നെ കരാർ എഴുതി എനിക്ക് ആ മുറി കിട്ടുകയും 3 മാസത്തിന് ശേഷം ഞാൻ ആ സ്ഥാപനം തുടങ്ങി. അത് ഇന്ന് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഫോട്ടോയും കൊണ്ടുവന്നുണ്ട്. സ്റ്റുഡിയോ തുടങ്ങിയെന്ന് ആർക്കെങ്കിലും സംശയമുണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള സംശയക്കാർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടി സ്റ്റുഡിയോയുടെ ഫോട്ടോയും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു സന്ദേശം കേട്ടു, വിശ്വസിച്ച് പിറ്റേ ദിവസം തന്നെ നടപ്പായില്ലെങ്കിലും സ്ഥിരോത്സാഹത്തോടെ 2-3 മാസം അതിന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പൈസ ഒരു സാമ്പത്തിക മേഖല വ്യത്യാസം വന്നില്ലെങ്കിലും ദൈവം ഇടപെട്ട് അത് തുറക്കാനുള്ള വഴി അങ്ങോട്ട് തുറന്നു കൊടുത്തു. ഹല്ലേലൂയ.